വെള്ളാപ്പള്ളി നടേശന്റെ കേരളത്തിലെ റോൾ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ വിടുപണിയാണ് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. മകനെ മതിലിനപ്പുറത്ത് നിർത്തി ഇപ്പുറത്ത് നിന്ന് കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടുകൾ ഹിന്ദുവൽക്കരിച്ച് അങ്ങോട്ട് കൈമാറുക എന്ന പ്രാഥമികമായൊരു കടമയാണ്. ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല, ഒരു 5 വർഷം മുമ്പ് പറയുന്നതാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ റോള്. ഇത് എന്തുകൊണ്ട് CPM മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് പിണറായി വിജയൻ മനസ്സിലാക്കിയില്ല? 2024 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം നേരിട്ടപ്പോഴാണ് പിണറായി വിജയൻ ഷിഫ്റ്റ് ചെയ്തത്. CPM മുസ്ലിം വോട്ടിലേക്ക് ഇനി അധികം ചെല്ലാൻ പറ്റില്ല, ന്യൂനപക്ഷ വോട്ടുകളല്ല ഭൂരിപക്ഷ വോട്ടുകൾ ചോർച്ച ഉണ്ടാവുന്നു, അത് തടയണം എന്ന് തീരുമാനിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റുന്നതും അദ്ദേഹത്തിന് വലിയ ആദരവ് കൊടുക്കുന്നതും അയ്യപ്പ സംഗമത്തിലെടുത്തുന്നതും ഈ പറഞ്ഞ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നതും ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കുക. ഇതാണ്, ലളിതമാണ്. സതീശനോട് മാത്രമേ വെള്ളാപ്പള്ളി നടേശന് വിരോധമുള്ളൂ, ഞങ്ങളോട് വിരോധമില്ല എന്ന മട്ടിൽ നമ്പർ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ബിന്ദു കൃഷ്ണ പോയി കാണാൻ പോയത്. പക്ഷെ അതാണ് CPM കോൺഗ്രസും UDF LDF തമ്മിലൊരു വ്യത്യാസം ഞാൻ കണക്കാക്കും. കാരണം അതിശക്തമായ വിമർശനം വന്നു, യൂത്ത് കോൺഗ്രസ് നടക്കുന്ന വിമർശനം വന്നു. ഇപ്പൊ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞില്ല എന്നുള്ളൂ, അദ്ദേഹത്തിന്റെ നിലപാടെന്താന്ന് നമുക്കറിയാം. അതിശക്തമായ വിമർശനം വന്നു, ബിന്ദു കൃഷ്ണയ്ക്ക് മാറേണ്ടി വന്നു. ഹൈക്കമാൻഡിനോട് സുധീരനാണ് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ. അപ്പൊ ആ അർത്ഥത്തിൽ സുധീരന്റെ വാക്ക്, സുധീരൻ എന്നും ഈ പറഞ്ഞതുപോലെ ഈ വർഗീയ ജാതീയ ശക്തികളോട് പോരടിച്ച് നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. ഇവിടെയും അത് തന്നെ സംഭവിക്കാം. UDF തിരുത്തുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന് ഇനിയിപ്പോൾ രമേശ് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല, നടേശനെതിരെ കേസ് ഒന്നും എടുക്കാതിരിക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് മുൻപുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വെള്ളാപ്പള്ളി നടേശനെ പറ്റിയായിരിക്കും. എനിക്ക് തോന്നുന്നു അന്നത്തെ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്തത് വെള്ളാപ്പള്ളി നടേശനാണ്. പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു കോംബോ ആയിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്റെ കാറിൽ കയറ്റുന്നു, CPI വിമർശിക്കുന്നു. എത്ര വിമർശനങ്ങൾ വന്നിട്ടും വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്ന നിലപാടായിരുന്നു പിണറായി വിജയന്റേത്. ഇപ്പൊ പിണറായി വിജയനാണ് പരാജയത്തിന്റെ കാരണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എല്ലാ കുറ്റവും പിണറായി വിജയന്റെ മേൽ ആരോപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് CPM-നെയും CPM-യൊക്കെ ശക്തമായി വിമർശിക്കുന്നു. എന്നാൽ ഇപ്പോൾ തിരിഞ്ഞ് വെള്ളാപ്പള്ളി നടേശനാണ് ഇതിന്റെയൊക്കെ അല്ലെങ്കിൽ പരാജയത്തിനൊരു പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് പറഞ്ഞ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ വെള്ളാപ്പള്ളി നടേശനെ തള്ളുന്നു ഒരു വശത്ത്. മറുവശത്ത് ബിന്ദു കൃഷ്ണ പോയി വെള്ളാപ്പള്ളി നടേശനെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് അടക്കം തള്ളിപ്പറയുന്നു. അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണ എന്ന മന്ത്രി യൂത്ത് കോൺഗ്രസ് അടക്കം വിമർശിക്കുന്നു. എല്ലാ ദിക്കിൽ നിന്നും വെള്ളാപ്പള്ളി നടേശനെ എല്ലാവരും തള്ളുന്ന ഒരു അവസ്ഥയായില്ലേ? തീർച്ചയായിട്ടും. അല്ല, വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ അങ്ങനെ അംഗീകരിക്കപ്പെടേണ്ട ഒരു നേതാവല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഒരു സമുദായത്തിൽ സ്വാധീനമില്ല, അതൊക്കെ ഉണ്ടാക്കിയ ഒരു സ്വാധീനമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച SNDP-യുടെയോ ഏതെങ്കിലും മൂല്യങ്ങൾ ഏതെങ്കിലും കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ആളാണോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പം എനിക്ക് അദ്ദേഹത്തിനോട് സഹതാപം തോന്നുന്നു. കാരണം അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തി കൊണ്ടുവന്നത്. ഇത് രാഷ്ട്രീയ നേതാക്കളാണ് എല്ലാ കക്ഷികളും. ഞാൻ പറയുന്ന എല്ലാവരും കണിച്ചുകുളങ്ങര പോയി തൊഴുത് മറ്റേ അനുഗ്രഹം വാങ്ങിയിട്ടാണല്ലോ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഈ കഴിഞ്ഞ പിണറായി വിജയന്റെ, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1ാം പിണറായി സർക്കാരിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തത് വെള്ളാപ്പള്ളി നടേശനാണ്. അതിനെ അന്നു മുതൽ ഇന്നു വരെ അതിശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ പലരുണ്ടായാലും ഒരാളാണ് ഞാൻ. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ കേരളത്തിലെ റോൾ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ വിടുപണിയാണ് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. മകനെ മതിലിനപ്പുറത്ത് നിർത്തി ഇപ്പുറത്ത് നിന്ന് കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടുകൾ ഹിന്ദുവൽക്കരിച്ച് അങ്ങോട്ട് കൈമാറുക എന്ന പ്രാഥമികമായൊരു കടമയാണ്. ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല, ഒരു 5 വർഷം മുമ്പ് പറയുന്നതാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ റോള്. ഇത് എന്തുകൊണ്ട് CPM മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് പിണറായി വിജയൻ മനസ്സിലാക്കിയില്ല? ഞാൻ ഈ പിണറായിസ്റ്റുകളോടൊക്കെ പറയാറുള്ള ഒരു കാര്യം വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കട്ടെ. പിണറായി വിജയനും CPM-നുമെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതുകൊണ്ട് ആ Facebook പോസ്റ്റൊക്കെ എടുത്തു വെച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടോ.
പിണറായി വിജയനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം ഉന്നയിക്കുമ്പോൾ എന്തൊരാക്രമണമായിരുന്നു CPM സൈബർ ഇതിൻ്റെ ഭാഗത്തുനിന്ന്. വെള്ളാപ്പള്ളി നടേശൻ പിന്നോക്കക്കാരനായതാണോ, വെള്ളാപ്പള്ളി നടേശൻ ഈഴവനായതാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ കേരളത്തിൽ ഈഴവ മുഖ്യമന്ത്രി പോയി, നായർ മുഖ്യമന്ത്രി വന്നു, മേനോൻ മുഖ്യമന്ത്രി വന്നു തുടങ്ങിയ തരത്തിലുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ കേരളത്തിലുണ്ടായി. പക്ഷെ ഇപ്പോൾ രണ്ട് സ്ഥലത്തു നിന്നും പിണറായി വിജയന് സംരക്ഷണമില്ല. ഇനിയിപ്പോൾ BJP രക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. ഒന്ന്, അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ മുമ്പേ ഉണ്ട്. മൈക്രോ ഫൈനാൻസ് അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ കേസുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ പിന്നെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആണോ അദ്ദേഹം എന്നുള്ളത് തന്നെ കേസിലാണ്. എന്നിട്ട് വേണ്ടി ബാക്കി കാര്യം. അപ്പം ആ കേസിന്റെ വിധി ഇടയ്ക്ക് വന്നു, ഇപ്പൊ സ്റ്റേ കിട്ടി, തൽക്കാലം പിടിച്ചു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്രിമിനലായും സിവിലായും നിരവധി കേസുകളിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് പിണറായി വിജയൻ കൂടെ നിർത്തി എന്ന് ചോദിച്ചാൽ അത് ആകസ്മികമായൊരു കാര്യമല്ല. ഇപ്പം വലിയ തോതിൽ BJPക്കെതിരെയൊക്കെ വർത്തമാനം പറയുന്ന ഘട്ടത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം നേരിട്ടപ്പോഴാണ് പിണറായി വിജയൻ ഷിഫ്റ്റ് ചെയ്തത്. CPM മുസ്ലിം വോട്ടിലേക്ക് ഇനി അധികം ചെല്ലാൻ പറ്റില്ല, ന്യൂനപക്ഷ വോട്ടുകളല്ല ഭൂരിപക്ഷ വോട്ടുകൾ ചോർച്ച ഉണ്ടാവുന്നു, അത് തടയണം എന്ന് തീരുമാനിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റുന്നതും അദ്ദേഹത്തിന് വലിയ ആദരവ് കൊടുക്കുന്നതും അയ്യപ്പ സംഗമത്തിലെടുത്തുന്നതും ഈ പറഞ്ഞ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നതും ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കുക, ഇതാണ് ലളിതമാണ്. അപ്പൊ അന്നത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണ് ബാധിച്ചത്. ഞാൻ ഇന്നൊരു സാംസ്കാരിക നായകന്റെ പോസ്റ്റ് കണ്ടു, വെള്ളാപ്പള്ളി നടേശനെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈഴവരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് അശോകൻ ചെരുവിലിന്റെ പോസ്റ്റാണ്. എനിക്ക് വല്ലാതെ വിഷമം തോന്നി. ഇതൊരു 4 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ CPM രക്ഷപ്പെട്ടേ. ഇവിടെയാണ് പ്രശ്നം. ഇതിൽ രണ്ടാമത്തെ വിഷയം വരുന്നത് കോൺഗ്രസിനകത്താണ്. കോൺഗ്രസിനകത്ത് സതീശൻ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു. വെള്ളാപ്പള്ളി സതീശൻ കൊള്ളരുതാത്തവനാണ്, UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ 100 സീറ്റ് കിട്ടിയാൽ ഞാൻ തലമുട്ടയടിക്കും, ഞാൻ കാശിക്ക് പോവും ഒക്കെ പറഞ്ഞു. സതീശൻ വനവാസത്തിന് പൊക്കോട്ടെ, സതീശൻ എന്തായാലും തോൽക്കും, പിണറായി തന്നെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആവേണ്ടത്, പിണറായി തന്നെയാണ് മഹാൻ. പക്ഷെ പിണറായി തന്നെയാണ് മഹാൻ എന്ന് പറഞ്ഞ അടുത്ത സെന്റൻസ് എന്താ? ഇസ്ലാമോഫോബിയ. ഇത് രണ്ടും ഒരുമിച്ച് പറയുക. അപ്പൊ അതിന്റെ ലക്ഷ്യം CPMനെ രക്ഷിക്കലല്ല, CPM വോട്ട് ബാങ്കിനെ ഇസ്ലാമോഫോബിക് ആക്കലാണ് എന്നറിയാനുള്ള സാമാന്യ ബുദ്ധി CPM നേതൃത്വത്തിൽ ഇല്ലാതെ പോയി. അതാണ് പ്രശ്നം. പക്ഷെ ജനങ്ങൾക്കതുണ്ടായി, ജനങ്ങളത് നന്നായി കണ്ടു. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളൊന്നുമല്ല, മുസ്ലിം ക്രിസ്ത്യനൊന്നുമല്ല, കേരളത്തിൽ മതേതരം ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർ വലിയ തോതിൽ UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് 102 സീറ്റ് കിട്ടിയത്. അല്ലാണ്ട് കോൺഗ്രസിന്റെ എന്തോ വലിയ മഹത്വം കൊണ്ടൊന്നും കിട്ടിയതൊന്നുമല്ല, അത് UDFന്റെ മഹത്വം കൊണ്ടുമല്ല. അപ്പോൾ മതന്യൂനപക്ഷങ്ങളും മതേതര വിശ്വാസികളും ശക്തമായി എതിർത്തു. കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലാകാൻ കുറച്ച് സമയമെടുത്തു. സതീശനോട് മാത്രമേ വെള്ളാപ്പള്ളി നടേശന് വിരോധമുള്ളൂ, ഞങ്ങളോട് വിരോധമില്ല എന്ന മട്ടിൽ നമ്പർ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ബിന്ദു കൃഷ്ണ പോയി കാണാൻ പോയത്. പക്ഷെ അതാണ് CPMും കോൺഗ്രസും UDF LDF തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കണക്കാക്കും. കാരണം അതിശക്തമായ വിമർശനം വന്നു, യൂത്ത് കോൺഗ്രസ് നടക്കുന്ന വിമർശനം വന്നു. ഇപ്പൊ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞില്ല എന്നുള്ളൂ, അദ്ദേഹത്തിന്റെ നിലപാടെന്താന്ന് നമുക്കറിയാം. അതിശക്തമായ വിമർശനം വന്നു, ബിന്ദു കൃഷ്ണയ്ക്ക് മാറേണ്ടി വന്നു. ലിജുവും രണ്ടുപേരും ആലപ്പുഴക്കാരാന്ന് ആലോചിക്കണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വെള്ളാപ്പള്ളി നടേശനുള്ള പരിപാടി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. കേരള കൗമുദിയുടെ പരിപാടിക്ക് വെള്ളാപ്പള്ളി നടേശന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേരള ചരിത്രത്തിൽ UDFനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് സതീശൻ മാത്രമല്ല, കേരളീയ പൊതുസമൂഹമാണ്. കേരളത്തിന്റെ സമൂഹം വിജിലൻ്റായി നിൽക്കുകയും ഇങ്ങനെ കമന്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. ഇതുപോലെ കമന്റ് വന്നിട്ട് എന്താണ് ഇടതുപക്ഷം ചെയ്തത്? എന്നിട്ടും ചേർത്ത് നിർത്തിയത്. CPI ആവർത്തിച്ച് വിമർശിക്കുമ്പോഴും പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. അതാ ഞാൻ പറഞ്ഞത്. CPI എതിർത്തു, കോൺഗ്രസിലെ തന്നെ CPMൽ തന്നെ മതേതര വിശ്വാസമില്ലാത്ത ആളുകൾ, വെച്ചാൽ മതേതര വിശ്വാസത്തിലുള്ള ആളുകൾ, വർഗീയത ഇല്ലാത്ത ആളുകൾ അതിനെ എതിർത്തു. പക്ഷേ ഒരു വിമർശനവും കേൾക്കാൻ തയ്യാറായില്ല. ഇതാണ് LDFന്റെ പ്രശ്നം. ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭരണം കിട്ടിയാൽ 5 വർഷം എനിക്ക് തോന്നിയതൊക്കെ ചെയ്യലല്ല. ഒന്ന്, ഇന്ത്യയുടെ ഒരു കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമുണ്ട്, ഇന്ത്യയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, ഭരണഘടനയുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ സിവിൽ സമൂഹത്തിൽ പ്രതിഫലനം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് രമേശ് ചെന്നിത്തലയ്ക്കും ലിജുവിനും
പരിപാടിയിൽ പങ്കെടുക്കണം തീരുമാനിപ്പിച്ചത് കോൺഗ്രസ്സുകാരും കൂടിയാണ്, കേരളീയ പൊതുസമൂഹം. അവിടെയാണ് പ്രശ്നം. ബിന്ദു കൃഷ്ണ ചെയ്ത് തെറ്റാണെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുകയാണ്. ഇതാ ജനാധിപത്യം ഞാൻ കാണുന്നത്. ഞാനിതിലാണ് അതുകൊണ്ടാണ് UDF-നോട് LDF-ൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായി കാണുന്നത്. പലരും UDF കേരളത്തിൽ സ്വർഗം ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം ഉൾക്കൊള്ളാനും ഒരു വിമർശനം പോസിറ്റീവായി എടുക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ അളിയൻ രാജിവെക്കുമ്പോൾ ചോദ്യം വേറെ LDF-ന് നേരെ ചെല്ലുന്നുണ്ട്. ശ്രീമതി ടീച്ചർ മരുമോളെ കുക്കാക്കി കൊച്ചത്ത് പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കി അഡീഷണൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് പ്രൊമോഷൻ കൊടുത്ത ആളാണ്. ഒരു പ്രശ്നമില്ല ഇവിടെ. അന്നില്ലാത്ത ധാർമ്മികത ഇവിടെ വരികയും CPM-ന് അന്നും വിമർശനം വന്നിരുന്നു. CPM-നെതിരെ മൈൻഡ് ചെയ്തില്ല. CPM മൈൻഡ് ചെയ്തില്ലല്ലോ. കാരണം പൊതുസമൂഹത്തിൻ്റെ വിമർശനം അവർക്കൊരു വിഷയമല്ല, പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അവർക്ക് പ്രശ്നമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അതുകൂടിയാണ്. ഒരു ജനങ്ങളുടെ റെസ്പോൺസ് എടുക്കുകയും അതിനനുസരിച്ച് നിലപാട് മാറ്റുകയും. ഇപ്പോൾ മഞ്ഞക്കുറ്റി ഇടാൻ തീരുമാനിച്ചു, രാജ്യം മുഴുവൻ മഞ്ഞക്കുറ്റി ഇട്ടു. ജനങ്ങൾ എതിരാണ് അതിന് മനസ്സിലാവണ്ടേ. ആശാസമരത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് മനസ്സിലാവണ്ടേ. എന്തുകൊണ്ടാണ്? അപ്പോൾ SVC-കാരുടെ സമരമാണ്, മറ്റുള്ളവരുടെ സമരമാണ്, ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. അപ്പം ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹേശൻ്റെ കേസ് വന്നിരിക്കുന്നു, ആത്മഹത്യ. കണിച്ചുകൊള്ളങ്ങരയിൽ തന്നെയുള്ള പഴയ താലൂക്ക് സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതര. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പുണ്ടൊക്കെ ഉണ്ട്. ആ കുറിപ്പിലെ അടക്കം കൃത്യമായി വെള്ളാപ്പള്ളി നടേശനെ പ്രതിയാക്കാൻ കഴിയുന്ന തെളിവുകളുണ്ട്. അതിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അതിനാണ് VM സുധീരൻ്റെ അവസാനത്തെ സ്ട്രോക്ക്, മാസ്റ്റർ സ്ട്രോക്ക്. VM സുധീരൻ വളരെ ലളിതമായൊരു കത്ത് മുഖ്യമന്ത്രിക്ക് എഴുതുന്നു, ആഭ്യന്തരമന്ത്രിക്ക്. ഇങ്ങനെ ഒരാൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണം. അതിന് വെള്ളാപ്പള്ളി നടേശൻ്റെ പേരൊന്നുമില്ല, പക്ഷേ നമുക്ക് കൃത്യമാണ് വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും VM സുധീരനെതിരാണ്. ഇത്തവണ സതീശൻ മുഖ്യമന്ത്രി ആയതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് സുധീരൻ. കാരണം ഹൈക്കമാൻഡിനോട് സുധീരനാണ് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ. അപ്പം ആ അർത്ഥത്തിൽ സുധീരൻ്റെ വാക്ക്, സുധീരൻ എന്നും ഈ പറഞ്ഞതുപോലെ ഈ വർഗീയ ജാതീയ ശക്തികളോട് പോരടിച്ച് നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. ഇവിടെയും അത് തന്നെ സംഭവിക്കാം. UDF-നെ തിരുത്തുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന് ഇനിയിപ്പോൾ രമേശനെതിരെ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. നടേശനെതിരെ കേസ് വന്നാൽ എടുക്കാതിരിക്കാൻ പറ്റും. എടുക്കുമെന്നതിൻ്റെ കൂടി സൂചനയാണ് ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടല്ലോ ആഭ്യന്തര വകുപ്പ് മറ്റേ അദ്ദേഹം വിട്ടു നിൽക്കുന്നത്. തീർച്ചയായും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇതിലെ ഒരു വലിയ മാലിന്യം ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ നല്ലത് എന്ന് ഞാൻ പറയുന്നു.